ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. സോ നെറ്റ് കട്ടായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ ഫോണിലേക്ക് ഒന്ന് കോൾ ചെയ്തിട്ട് ആരെങ്കിലും പറയണം. ഓക്കെ. So in our previous class we discussed about nanotechnology. നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? നാനോ ടെക്നോളജിയെ കുറിച്ചാണ് സംസാരിച്ചത്. ഓക്കെ, വാട്ട് ഈസ് നാനോ ടെക്നോളജി? എന്താണ് നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? We know, we studied the rules of quantum mechanics. So from the rules of quantum mechanics we know that the properties or the behavior of particles are size dependent. That means when we break down a particle into നാനോ പാർട്ടിക്കിൾസ് ഓഫ് നാനോ സൈസ്, അതായത് നമ്മൾ വലിയൊരു പാർട്ടിക്കിളിനെ ചെറിയ പാർട്ടിക്കിൾ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്, then what will happen? The behavior of that particle changes, or the properties of that particle it changes based on the സൈസ് വേരിയേഷൻ. സൈസ് വേരി ചെയ്യും തോറും, അതായത് നമ്മൾ ഈ നാനോ സ്കെയിൽ, ആറ്റോമിക് സ്കെയിലാണ് പറയുന്നത്, ആ ഒരു സ്കെയിലുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ കാണുന്ന അല്ലെങ്കിൽ ബൾക്ക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസിൽ നിന്ന് വലിയ വേരിയേഷൻ നാനോ പാർട്ടിക്കിൾസ് എത്തുന്ന സമയത്തേക്ക് വരുന്നുണ്ട്. So we can control that variation. So if we can control the size of that matter, we can control the properties of that thing. അതായത് നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണ്? സൈസ് മാറുമ്പോൾ പ്രോപ്പർട്ടീസ് മാറുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ച് നമുക്കൊരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് സൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് കൺട്രോൾ ചെയ്യാം. സോ ദിസ് സ്റ്റഡി, control and observation of these properties of matter is called നാനോ ടെക്നോളജി. ഇതിനെക്കുറിച്ചുള്ള പഠനം, അല്ലെങ്കിൽ ഇതിനെ ഒബ്സർവ് ചെയ്യുക, ഇതിനെ കൺട്രോൾ ചെയ്യുക, ഈ പ്രോപ്പർട്ടീസിനെ കൺട്രോൾ ചെയ്യുക, അതിനെയൊക്കെ കൂടി ചേർന്നുള്ള ഒരു പഠന ബ്രാഞ്ചിനെയാണ് എന്താ പറയുന്നത്? നാനോ ടെക്നോളജി. മെയിൻലി ദിസ് ഡീൽസ് വിത്ത് ദ പാർട്ടിക്കിൾസ് ഇൻ ദ നാനോ സ്കെയിൽ, അതായത് നാനോമീറ്റർ റേഞ്ച് വരുന്ന പാർട്ടിക്കിൾസിനെ ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് നാനോ ടെക്നോളജി. ഓക്കെ, സോ then we study about what is the main reasons behind this variation in properties. ഈ സൈസ് മാറുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടീസിൽ വേരിയേഷൻസ് വരുന്നത്? സോ വി സ്റ്റഡി അബൌട്ട് 2 ഇമ്പോർട്ടൻറ്റ് റീസൺസ്. അതിന് നമ്മൾ 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ പഠിച്ചു. എന്തുകൊണ്ടാണ് സൈസ് മാറുന്ന സമയത്ത്, അതായത് നമ്മുടെ കയ്യിൽ ഒരു ബൾക്ക് മെറ്റീരിയൽ ഉണ്ട്, അത് നമ്മൾ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു, അല്ലെങ്കിൽ if we conduct nano synthesis to a bulk material, why there is a variation in properties. അതായത് ഗോൾഡിൻ്റെ ഒക്കെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ബൾക്ക് മെറ്റീരിയലിൽ ഗോൾഡ് എന്ന് പറയുന്നത് യെല്ലോ, ഗ്ലിറ്ററിങ് യെല്ലോ ആണ്. പക്ഷേ നമ്മളത് നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പം ഗ്രീൻ കളർ ആവും, ബ്ലാക്ക് കളർ ആവും, and it became orange color, and the conductivity and so many properties of gold changes when we break down gold into nanoparticles. So there is a question, why there is such property variation? എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രോപ്പർട്ടി വേരിയേഷൻസിൽ, ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഇത്രയും വലിയ വേരിയേഷൻസ് വരാനുള്ള കാരണം എന്താണ്? And we studied about 2 important reasons. And first one is increase in surface to volume ratio. ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് increase in surface to volume ratio. That means when we break down a particle into small particles, or in the scale of nanoparticles, what happens? The surface to volume ratio will increase. The surface to volume ratio increase ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താ? മോർ മോളിക്യൂൾസ് വിൽ കം ടു സർഫസ്. ബൾക്ക് മെറ്റീരിയലിനേക്കാളും നമ്മളൊരു മെറ്റീരിയലിനെ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് കൂടുതൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് സർഫസിലേക്ക് വരും. ആൻഡ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ കെമിക്കൽ റിയാക്ടിവിറ്റി ഓഫ് ദാറ്റ് മെറ്റീരിയൽ. കൂടുതൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് സർഫസിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ മെറ്റീരിയലിൻ്റെ കെമിക്കൽ റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ബിക്കോസ് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കർ അറ്റ് സർഫസസ്. കെമിക്കൽ റിയാക്ഷൻസ് കൂടുതലും സറൗണ്ടിങ്സ് ആയിട്ട് ഡീൽ ചെയ്തത്. ഇപ്പോൾ കമ്പൻഷൻ, ബേണിംഗ് പോലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഇറ്റ് ഡീൽസ് വിത്ത് ദ സർഫസസ്. ഓക്കെ, സോ ഇറ്റ് ഇൻക്രീസസ് ദ കെമിക്കൽ റിയാക്ടിവിറ്റി. സോ ഇറ്റ് വിൽ ട്രമൻഡസ്ലി ചേഞ്ച് അതർ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ. എന്ത് ചെയ്യും? മെറ്റീരിയലിൻ്റെ മറ്റ് പല പ്രോപ്പർട്ടീസിലും വലിയ മാറ്റങ്ങൾ വരുത്തും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ബിഹൈൻഡ് ദ വേരിയേഷൻ ഓഫ് പ്രോപ്പർട്ടീസ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ക്വാണ്ടം കൺഫൈൻമെൻറ്റ്. രണ്ടാമത്തെ റീസൺ ആണ് ക്വാണ്ടം കൺഫൈൻമെൻറ്റ്. അത് ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ക്വാണ്ടം മെക്കാനിക്സ് വി ഓൾറെഡി സ്റ്റഡീഡ്. ഓക്കെ, സോ വാട്ട് ഈസ് ക്വാണ്ടം കൺഫൈൻമെൻറ്റ്? സോ in normal materials or in bulk materials, if an electron is excited, it is free to move all along the surface of that material.
അതായത് ഒരു ബൾക്ക് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ കോപ്പർ വയറോ അല്ലെങ്കിൽ ഒരു കോപ്പർ പീസോ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെമി കണ്ടക്ടർ, ഇപ്പം ഏതെങ്കിലും ഒരു സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഇലക്ട്രോൺ, ഏത് വിധത്തിലും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഇലക്ട്രോൺ ആ മെറ്റീരിയലിന്റെ സർഫസിൽ മുഴുവൻ, അതായത് എത്ര സെന്റിമീറ്റർ ആണോ എത്രയാണോ അതിന്റെ സർഫസ് ഏരിയ, ആ സർഫസിലൂടെ മുഴുവൻ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ബട്ട് വെൻ വി ബ്രേക്ക് ഡൗൺ ദി മെറ്റീരിയൽ ഇൻ ടു പാർട്ടിക്കിൾസ് ഓഫ് നാനോ സൈസ്, now that excited electrons, we can call them excitons, it is confined into some region. അതായത് ബൾക്ക് മെറ്റീരിയലിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസിന് ഏത് സർഫസിൽ കൂടെ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. പക്ഷെ നമ്മൾ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ആ മെറ്റീരിയലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ ആ ഒരു പാർട്ടിക്കിൾ, ഒരു നാനോ സൈസ്, സം നാനോമീറ്റേഴ്സ് സൈസുള്ള ആ പാർട്ടിക്കിളിനുള്ളിൽ കിടന്ന് മൂവ് ചെയ്യാനുള്ള ഫ്രീഡമേ ഇലക്ട്രോണിനുള്ളൂ. ആൻഡ് വി സ്റ്റഡിഡ് അബൌട്ട് വാട്ട് ഈസ് ദ കോൺസിക്വൻസസ് ഓഫ് ട്രാപ്പിംഗ് ആൻ ഇലക്ട്രോൺ ഇൻ എ പൊട്ടൻഷ്യൽ ബാരിയർ. ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ചെറിയ മാസുള്ള ഒരു പാർട്ടിക്കിളിനെ ഒരു പൊട്ടൻഷ്യൽ ബാരിയറിൽ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്വാണ്ടം മെക്കാനിക്സ് പാർട്ടിൽ പഠിച്ചിരുന്നു. ഇഫ് യു ട്രാപ്പ് എ particle in a square well potential, the energy levels, it can only acquire some of the energy levels, or the continuous energy levels become discrete. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏതൊരു എനർജി ലെവലും സ്വീകരിക്കാൻ പറ്റുന്ന ഇലക്ട്രോൺ എന്ത് പറ്റും? ദ എനർജി ലെവൽ ബിക്കം ക്വാണ്ടൈസ്ഡ്. ചില എനർജി ലെവൽസ് മാത്രമേ അക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് വിൽ ചേഞ്ച് സോ മെനി പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. സോ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ the electrons or excitons become trapped, or it become trapped in a potential barrier, and it will change the energy levels, band gap, and so many properties of that material. So നമ്മൾ രണ്ട് മെയിൻ റീസൺസ് പഠിച്ചു. വാട്ട് ഈസ് ദ റീസൺസ് ബിഹൈൻഡ് ദ വേരിയേഷൻ ഓഫ് ദി പ്രോപ്പർട്ടീസ്. അതായത് ഈ പ്രോപ്പർട്ടി വേരിയേഷന് കാരണമായ രണ്ട് ഇമ്പോർട്ടൻറ്റ് റീസൺ, ഒന്ന് ഇൻക്രീസ് ടു സർഫസ് ടു വോളിയം റേഷ്യോ, സെക്കൻഡ് വൺ ക്വാണ്ടം കൺഫൈൻമെന്റ്. ആൻഡ് ഓൾസോ അത് കഴിഞ്ഞ് ക്വാണ്ടം കൺഫൈൻമെന്റ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ച കാര്യമാണ് ക്വാണ്ടം കൺഫൈൻഡ് സ്ട്രക്ചേഴ്സ് ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് കൺഫൈൻമെന്റ്. നമ്മൾ പറഞ്ഞു എക്സൈറ്റോണിന്റെ ഏതെല്ലാം ഡയറക്ഷനിലാണ് കൺഫൈൻമെന്റ് ഉള്ളത് അതിനെ ബേസ് ചെയ്ത് നമ്മൾ we studied about three quantum confinement structures. First one is quantum well or nano sheet. Quantum well or nano sheet, that means our excitons or electrons is free to move all along the xy direction. അതായത് ഒരു ഷീറ്റിന്റെ xy direction all along the plane സഞ്ചരിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു മൂവ് ഇൻ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അതായത് ഒരു നാനോ ഷീറ്റ് ആണെങ്കിൽ, നാനോ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് തിക്നെസ് എന്ന് പറയുന്നത് ആ ഷീറ്റിന്റെ നാനോമീറ്റർ റേഞ്ചിലായിരിക്കും. സോ ഇലക്ട്രോൺ ഓർ എക്സൈറ്റോൺ ഈസ് കൺഫൈൻഡ് ടു മൂവ് ഇൻ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് കോൾഡ് നാനോ ഷീറ്റ്. And it has so many applications. And second one is nano wire. That is, nano wire means nano size ഉള്ള ഒരു വയർ ആണ്. That means it is a thin wire with a cross sectional diameter or radius of some nanometer. അതായത് തിൻ വയർ ആണ്, അതിന്റെ ഡയമീറ്റർ ക്രോസ് സെക്ഷണൽ ഡയമീറ്ററോ റേഡിയസോ നാനോമീറ്റർ റേഞ്ചിലായിരിക്കും. ഇറ്റ് ഈസ് കോൾഡ് എ നാനോ വയർ. ഇൻ ദാറ്റ് നാനോ വയർ electron is free to move, or exciton is free to move all along the wire, or it is free to move up and down along the wire, but it is confined in two direction. അതായത് വയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ പറ്റും, പക്ഷെ ബാക്കി രണ്ട് ഡയറക്ഷനിൽ എന്ത് ചെയ്യണം, മൂവ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് കൺഫൈൻഡ് ഇൻ ദിസ് നാനോ വയർ. And at last we studied about quantum dots or nano dots. Nano dots means, or quantum dot means, in this semiconductor material or in this semiconductor particle, charge carriers are confined to move in all three direction. ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ ചാർജ് കാരിയേഴ്സിന് പറ്റില്ല. നമ്മൾ ക്വാണ്ടം ഡോട്ട് ടി വിസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നു. Okay, now we are going to study about the properties of nanomaterials. എന്തൊക്കെ പ്രോപ്പർട്ടി വേരിയേഷൻ ആണ് ഈ ബൾക്ക് മെറ്റീരിയൽ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് നാനോ മെറ്റീരിയൽസ്? First one we are discussing about the physical properties. We know when a bulk material is reduced, or when it is break down into particles of size in the nanoscale or atomic scale, its surface to volume ratio will increase. In the surface area surface to volume ratio increase, and it will decrease the interatomic spacing due to changes in surface pressure. കൂടുതൽ മോളിക്യൂൾസ് സർഫസിലേക്ക് വരും, അതുകൊണ്ട് തന്നെ സർഫസ് പ്രഷറിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. ആൻഡ് അതെന്ത് ചെയ്യും, ഇന്റർ ആറ്റോമിക് സ്പേസസ് ഓർ ഇറ്റ് വിൽ ഡിക്രീസ് ദ സ്പേസിങ് ബിറ്റ്വീൻ ആറ്റംസ്. ഒരു മോളിക്യൂളിലെ അല്ലെങ്കിൽ ഒരു ക്ലസ്റ്ററിലെ ആറ്റംസ് തമ്മിലുള്ള സ്പേസിംഗ് ചേഞ്ച് ഉണ്ടാവും. ആൻഡ് interatomic space, this change in interatomic space will
it have a combined effect on the properties of material. ഈ ഇൻട്രാറ്റോമിക് സ്പേസിംഗിൽ ഉണ്ടാകുന്ന ഡിക്രീസ് കൂടാതെ ഇൻക്രീസ് ഇൻ സർഫസ് ടു വോളിയം റേഷ്യോ ഇതൊക്കെ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. മെയിൻലി ദ തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസ് സച്ച് എസ് മെൽറ്റിംഗ് പോയിന്റ് ഈസ് ചേഞ്ച്ഡ്. തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് പോലുള്ള മെൽറ്റിംഗ് പോയിന്റ്, ഒരു മെറ്റീരിയലിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഈ ഒരു കാരണം കൊണ്ട് ചേഞ്ച് ചെയ്യാം. In this slide we are observing the variation of the melting point of gold nanoparticles based on the size. അതായത് സൈസ് വേരി ചെയ്യുമ്പോൾ when varying the size of gold nanoparticle, how the melting point of gold is changing. അതായത് നമ്മൾ ഒരു ഗോൾഡ് നാനോ പാർട്ടിക്കിളിന്റെ സൈസ് വേരിയേഷൻ നടത്തുമ്പോൾ, അതായത് ദിസ് ഈസ് 35 നാനോമീറ്റർ ആൻഡ് ദിസ് ഈസ് 0 നാനോമീറ്റർ, ദിസ് ഈസ് 5 നാനോമീറ്റർ. സോ വെൻ വി ആർ ഡിക്രീസിംഗ് ദ സൈസ് ഓഫ് ഗോൾഡ് മെറ്റീരിയൽ, വാട്ട് ഹാപ്പൻസ്? ലുക്ക് അറ്റ് ദിസ് കർവ്. ഇനി കുറച്ചും കൂടി ചെറിയ ചെറിയ വാല്യൂയിലേക്ക് വരുമ്പോൾ ദിസ് മെൽറ്റിംഗ് പോയിന്റ് ഹാസ് എ സ്റ്റീപ്പ് കർവ്. അതായത് മെൽറ്റിംഗ് പോയിന്റിന് വലിയ വേരിയേഷൻസ് വരുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ഇഫ് വി വാണ്ട് ലിക്വിഡ് ഗോൾഡ്, നമുക്കിപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഗോൾഡ് വേണമെങ്കിൽ എന്താ ചെയ്യുക? ജസ്റ്റ് ബ്രേക്ക് ഡൗൺ ദിസ് ഗോൾഡ് ഇൻ ടു നാനോ പാർട്ടിക്കിൾസ് ഓഫ് സം 3 നാനോമീറ്റേഴ്സ് റേഞ്ച് അല്ലെങ്കിൽ 4 നാനോമീറ്റേഴ്സ് റേഞ്ച് കറസ്പോണ്ടിങ് മെൽറ്റിംഗ് പോയിന്റ് വരുന്ന, അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് നമ്മളെ റൂം ടെമ്പറേച്ചറിനേക്കാളും താഴെയുള്ള ഒരു ടെമ്പറേച്ചർ വരുന്ന സൈസുള്ള നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? വി ക്യാൻ ഗെറ്റ് ലിക്വിഡ് ഗോൾഡ് ഇൻ റൂം ടെമ്പറേച്ചർ. സോ here we studied about what change when we breaking down the particles into nanoparticles, what change occur in the physical properties ൽ എന്ത് മാറ്റങ്ങളാണ് വരുന്നത്. അതിന് കാരണം പഠിച്ചു. We discussed about what is the reason, because the interatomic spacing between the atoms changes and it will affect the so many properties. നമ്മൾ ചില പ്രോപ്പർട്ടീസിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, കാരണം ഒരുപാട് പ്രോപ്പർട്ടീസിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം ഡിസ്കസ് ചെയ്യാനുള്ള സമയം നമുക്കില്ല. കാരണം നാനോ ടെക്നോളജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചെറിയൊരു ടോപ്പിക്കാണ്. സോ എല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. സോ വി സ്റ്റഡി അബൌട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ, അതായത് മെൽറ്റിംഗ് പോയിന്റ്. ഒരു ഗോൾഡ് നാനോ പാർട്ടിക്കിളിന്റെ കേസിൽ എങ്ങനെയാണ് സൈസ് വേരി ചെയ്യുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് വേരി ചെയ്യുന്നത് നമ്മൾ കണ്ടു. Next, we are studying about the chemical properties, how the chemical properties of a material change according to the size of particle, or what variation occurs to the chemical properties. So the important point is there will be increase in surface to volume ratio when we break down the particles into നാനോ സ്കെയിൽ. അതായത് നമ്മളൊരു ബൾക്ക് മെറ്റീരിയലിനെ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എന്താ? സർഫസ് ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ സർഫസിലേക്ക് കൂടുതൽ മോളിക്യൂൾസ് ഓർ ആറ്റംസ് വരും. ആൻഡ് ഇറ്റ് വിൽ enhance the catalytic properties of a material, or it will enhance the chemical reactivity, or it will intensify the chemical reactivity of that material. കൂടുതൽ സർഫസിലേക്ക് കൂടുതൽ മോളിക്യൂൾസ് വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? മെറ്റീരിയലിന്റെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി, എന്താണ് കാറ്റലിസ്റ്റ് എന്നും എന്താണ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി എന്നും നിങ്ങൾക്ക് അറിയാം. സോ അത് മെറ്റീരിയലിന്റെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ടിവിറ്റി ഒക്കെ ട്രമൻഡസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ കാരണമാവും. സോ എന്താണ്, നമ്മളൊരു ബൾക്ക് മെറ്റീരിയൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും ഇറ്റ് ഈസ് മോർ എഫക്റ്റീവ് ടു യൂസ് ദ നാനോ പാർട്ടിക്കിൾസ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ. ആ മെറ്റീരിയലിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിന്റെ നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നത് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും, കാരണം അത് അതിന്റെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്യും. ആൻഡ് വൺ ഓഫ് ദി അപ്ലിക്കേഷൻസ് ഓഫ് ദിസ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഈസ് these nano sized particles are useful in hydrogen storage devices. ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഒരു വെസലിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല, അതിന് പ്രത്യേക ടെക്നോളജി വേണം. ആൻഡ് ദിസ് നാനോ സൈസ്ഡ് പാർട്ടിക്കിൾസ് ആർ യൂസ്ഫുൾ ഇൻ ഹൈഡ്രജൻ സ്റ്റോറേജ് ഡിവൈസസ്. So we studied about what is the variation in the chemical properties. Next we are studying about what variation occurs in the electrical properties of the material. നമ്മളൊരു മെറ്റീരിയലിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് അതിനെ നാനോ പാർട്ടിക്കിൾസ് ആക്കി അല്ലെങ്കിൽ നാനോ സ്കെയിലുള്ള ഷേപ്സ് ആക്കി മാറ്റുന്ന സമയത്ത്. സോ നോർമലി വാട്ട് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഇലക്ട്രിക് പ്രോപ്പർട്ടി? ഒരു മെറ്റീരിയലിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ്. വാട്ട് ഈസ് റെസിസ്റ്റൻസ്? എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ് റെസിസ്റ്റൻസ്? മീൻസ് ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ ഓഫ് കറണ്ട്. അതായത് കറണ്ടിന്റെ ഫ്ലോയ്ക്ക് അതിനെതിരെ പ്രവർത്തിക്കുക, അതിന് വരുന്ന റെസിസ്റ്റൻസിനാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നോർമലി ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ഡ്യൂ ടു സ്കാറ്ററിംഗ് ഓഫ് കണ്ടക്ടിങ് ഇലക്ട്രോൺ വിത്ത് വൈബ്രേറ്റിംഗ് ആറ്റംസ്. അത് നമുക്കറിയാം എന്താണ് കറണ്ട് എന്ന് പറഞ്ഞാൽ. എന്താണ് കറണ്ട്? ഈസ് ജസ്റ്റ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ത്രൂ മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ ഇലക്ട്രോൺ ഫ്ലോനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. വെൻ ദിസ് ഇലക്ട്രോൺ ഈസ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ, വാട്ട് ഹാപ്പൻസ്? ഇറ്റ് വിൽ സ്കാറ്റർ വിത്ത് അതർ കണ്ടക്ടർ ഇലക്ട്രോൺ. മറ്റ് കണ്ടക്ടിങ് ഇലക്ട്രോണുമായിട്ട് കൊളീഷൻ നടക്കും, സ്കാറ്ററിങ് ചെയ്യും, കൂടാതെ മറ്റ് വൈബ്രേറ്റിംഗ് ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്യും. സോ ദർ വിൽ ബി
a resistance, the resistance in the motion of that electron. ആ ഇലക്ട്രോൺ ഫ്രീലി മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും, മറ്റ് ഇലക്ട്രോണുമായിട്ട് കൊളൈഡ് ചെയ്യും, കൂടാതെ വൈബ്രേറ്റിംഗ് ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്യും. സോ എന്ത് ചെയ്യും, അതായത് അതിന്റെ മോഷന് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും ഈ ആറ്റത്തിന്റെ ഉള്ളിൽ തന്നെ. നോർമലി ദാറ്റ് ഈസ് റെസിസ്റ്റൻസ്. The resistance or the electrical resistance arises from that property, and the mean distance traveled between two successive collision is called mean free path. അതായത് രണ്ട് കൊളീഷൻ ഇടയ്ക്ക് ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. ആൻഡ് വെൻ വി ബ്രേക്ക് ഡൗൺ ദി മെറ്റീരിയൽ ഇൻ ടു നാനോ പാർട്ടിക്കിൾസ് or when the size of this solid material decrease to reach a value which can be compared to mean free path. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പാർട്ടിക്കിളിന്റെ സൈസ് നാനോ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്ന സമയത്ത് ഈ മീൻ ഫ്രീ പാത്തിന്റെ സൈസ്, when the size of nano particle is equal to the size of mean free path, or when it reaches the dimension of mean free path, the scattering probability decreases and electrical properties vary. അതായത് നമ്മൾ ബൾക്ക് മെറ്റീരിയലിൽ ഇലക്ട്രോൺ ഓൾ അലോങ് ദി സർഫേസ് മൂവ് ചെയ്യും. അപ്പോൾ ആ മൂവ് ചെയ്യുന്ന സമയത്ത് മറ്റ് ഇലക്ട്രോൺസുമായിട്ട് കൊളൈഡ് ചെയ്യും, അങ്ങനെ സ്കാറ്ററിങ് സംഭവിക്കും. അങ്ങനെയാണ് റെസിസ്റ്റൻസ് ഒരു മെറ്റീരിയലിൽ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്താ, വെൻ വി ബ്രേക്ക് ഡൗൺ ദിസ് മെറ്റീരിയൽ ഇൻ ടു നാനോ പാർട്ടിക്കിൾസ്, then the probability of scattering will decrease. അപ്പോൾ കൂടുതൽ ചെറിയൊരു ഡയമെൻഷനിൽ മാത്രം ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ മറ്റ് ഇലക്ട്രോണുമായിട്ട് സ്കാറ്റർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കുറയും. ആൻഡ് ദാറ്റ് വിൽ വെരി ദ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് സച്ച് എസ് റെസിസ്റ്റൻസ്, കണ്ടക്ടൻസ്. ആ ഒരു സ്കാറ്ററിംഗ് പ്രോബബിലിറ്റി കുറയുന്നത് കാരണം തന്നെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ വേരിയേഷൻ ഉണ്ടാവും. ഏതൊക്കെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിലാണ്? റെസിസ്റ്റൻസ്, കണ്ടക്ടൻസ് മുതലായവയിൽ വേരിയേഷൻസ് ഉണ്ടാവും. ആൻഡ് this variation is different in different particles or different in different materials. That means in nanoceramics the electrical conductivity increases with the decreasing particle size, or when the particle size is decreased, that means the electrical conductivity of the nanoceramics is increased. അതായത് പാർട്ടിക്കിൾ സൈസ്, ചെറിയ പാർട്ടിക്കിൾ സൈസ് ആണെങ്കിൽ നാനോ സെറാമിക്സിന്റെ കേസിൽ കണ്ടക്ടിവിറ്റി കൂടും. ആൻഡ് ഇൻ മെറ്റൽ ഇറ്റ് വിൽ ഡിക്രീസ്. അതായത് മെറ്റൽ നമ്മൾ നാനോ പാർട്ടിക്കിൾ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും, അതായത് അതിന്റെ റെസിസ്റ്റൻസ് കൂടും. സോ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ റെസിസ്റ്റൻസും കണ്ടക്ടൻസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം, നമുക്ക് ഇതിന്റെ സൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? ഓക്കെ, സോ ദിസ് ഈസ് ദ വേരിയേഷൻ ഇൻ ദ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റീരിയൽ വെൻ വി ബ്രേക്ക് ഡൗൺ ഇറ്റ് ഇൻ ടു നാനോ പാർട്ടിക്കിൾസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. ഹൗ ദി ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് വേരി ഓൺ നാനോസിന്തസിസ്. Depending upon the size of particle, the same substance can show different colors. അപ്പോൾ പാർട്ടിക്കിളിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരേ സബ്സ്റ്റൻസിന് തന്നെ വേറെ വേറെ കളറുകൾ കാണിക്കാൻ പറ്റും. കളർ എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ് കളർ. ആൻഡ് ഇറ്റ് ഈസ് എ ഗുഡ് എക്സാമ്പിൾ given here. That means golden nanospheres of 100 nanometer appears orange, and that of 50 nanometers appears green color. ദാറ്റ് മീൻസ് നമ്മളൊരു ഗോൾഡ് ബൾക്ക് മെറ്റീരിയലിനെ നാനോ സിന്തസിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇഫ് വി ബ്രേക്ക് ഡൗൺ ബൾക്ക് ഗോൾഡ് ഇൻ ടു നാനോ പാർട്ടിക്കിൾസ്, ആൻഡ് ഇഫ് വി ബ്രേക്ക് ഡൗൺ ദാറ്റ് ഗോൾഡ് ഇൻ ടു നാനോ സ്പിയേഴ്സ് ഓഫ് 100 നാനോമീറ്റർ, ഇറ്റ് വിൽ അപ്പിയർ ഓറഞ്ച്. ആൻഡ് ഇഫ് യു ബ്രേക്ക് ഡൗൺ ദാറ്റ് ഇൻ ടു നാനോ പാർട്ടിക്കിൾസ് ഓഫ് 50 നാനോമീറ്റർ, ഇറ്റ് വിൽ അപ്പിയേഴ്സ് ഗ്രീൻ കളർ. അതായത് ഓറഞ്ച് കളറുള്ള സ്വർണം, ഗോൾഡ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? 100 നാനോമീറ്റർ സൈസുള്ള ഗോൾഡ് പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് ഗ്രീൻ കളറുള്ള ഗോൾഡ് ആണ് വേണമെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് ഡൗൺ ഇറ്റ് ഇൻ ടു നാനോ പാർട്ടിക്കിൾസ് ഓഫ് 50 നാനോമീറ്റർ. ഓക്കെ, and also in case of nano sized semiconductor particle, quantum effects come into play and optical properties can be tuned into varying particle size. That means these particles can be made to emit or absorb specific wavelength of light by varying size. അതായത് എന്താണ്, നാനോ സൈസ്ഡ് സെമി കണ്ടക്ടർ പാർട്ടിക്കിൾസിന്റെ കേസിലാണെങ്കിൽ എന്താണ്, ക്വാണ്ടം മെക്കാനിക്സിന് അതിൽ ധാരാളം റോൾ ഉണ്ട്. സോ അതിന്റെ ബാൻഡ് ഗ്യാപ്പ്, കൂടാതെ എനർജി ലെവൽസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ കൺട്രോൾ so many electrical properties or the optical properties by varying its size. So it can be made to emit, absorb a specific wavelength light by varying its size. So band gap നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നതിന്റെ അർത്ഥം എന്താ? അത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ കളർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. So that is related to optical properties. And one of the best example of this variation in property is given by nanomaterial of tungstic oxide gel in the electronic display devices. Electronic display devices ഈ ഒരു മെറ്റീരിയലിന്റെ നാനോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, now we are going to discuss about the variations in the magnetic properties of a material. എന്ത് മാറ്റമാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൽ എന്ത് വേരിയേഷൻസ് ആണ് വരുത്തുന്നത്?
അതിവിടെ കൊടുത്തിരിക്കുന്നത് ദി കൊയേഴ്സിവിറ്റി ആൻഡ് ദ മാഗ്നറ്റൈസേഷൻ വാല്യൂസ് ഓഫ് മെറ്റീരിയൽ ഇൻക്രീസസ് വിത്ത് ദ ഡിക്രീസ് ഇൻ ഗ്രെയിൻ സൈസ് ആൻഡ് ഇൻക്രീസ് ഇൻ സ്പെസിഫിക് സർഫസ് ഏരിയ. ദാറ്റ് മീൻസ് വെൻ സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറയുന്നത് സർഫസ് ടു വോളിയം റേഷ്യോ തന്നെയാണ്. വെൻ ഇറ്റ് ഇൻക്രീസസ് ദ കൊയേഴ്സിവിറ്റി, എന്താണ് കൊയേഴ്സിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നിങ്ങൾ അടുത്ത മൊഡ്യൂളിൽ പഠിക്കും. ഇലക്ട്രോ മാഗ്നറ്റിക്സ് പഠിക്കും, മാഗ്നറ്റൈസേഷനും പഠിക്കും. സോ ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത് രണ്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണെന്ന് മനസ്സിലാക്കുക. സോ that values will change when the material increases with the decrease in grain size and increase in specific surface area. അല്ലെങ്കിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. when particles are break down into nanoparticles, അല്ലെങ്കിൽ ബൾക്ക് മെറ്റീരിയലിനെ നാനോ പാർട്ടിക്കിളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ കൊയേഴ്സിവിറ്റി, മാഗ്നറ്റൈസേഷനിലേക്ക് മാറ്റം വരും. ഇതൊക്കെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ്. That means here we have a table which shows the variation in magnetic properties when we break down a particle into nanoparticles. That means metals like Na, sodium, Na, potassium, Rh, it is paramagnetic in its bulk form. അതായത് ബൾക്ക് ആയിരിക്കുന്ന സമയത്ത് എന്താണ്, they are paramagnetic, and when they are break down into nano clusters, അതായത് നാനോ സൈസുള്ള ക്ലസ്റ്റേഴ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ it will ferromagnetic. So paramagnetic എന്താ, what you mean by paramagnetic material, what you mean by ferromagnetic, ഇത് രണ്ടും നമ്മൾ ഇന്ന് തന്നെ പഠിക്കും അടുത്ത മൊഡ്യൂളിലെ കാര്യം. സോ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. എന്താണ്, ബൾക്ക് മെറ്റീരിയലിൽ നിന്ന് നാനോ പാർട്ടിക്കിളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എന്ത് പറ്റി, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൽ വലിയ വേരിയേഷൻ വന്നു. ആൻഡ് ലുക്ക് അറ്റ് ഹിയർ, അയൺ, കോബാൾട്ട്, നിക്കൽ, ലുക്ക് അറ്റ് ദിസ് മെറ്റൽസ് in bulk solid or in the form of bulk form they are ferromagnetic, and in nano cluster form or when this bulk ion is break down into nanoparticles, it becomes super paramagnetic. And for metals like chromium, antiferromagnetic, which is in bulk form, become frustrated paramagnetic in nanocluster form. So ഇത്ര മാത്രം മനസ്സിലാക്കുക. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആയ കോഴ്സിവിറ്റി, മാഗ്നറ്റൈസേഷൻ, കൂടാതെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഫെറോമാഗ്നറ്റിക് ആവുന്നു, ഫെറോമാഗ്നറ്റിക് സൂപ്പർ പാരാമാഗ്നറ്റിക് ആവുന്നു. എപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്? ബൾക്ക് മെറ്റീരിയലിനെ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റുന്ന സമയത്ത്. സോ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആർ ഓൾസോ സൈസ് ഡിപ്പെൻഡന്റ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും സൈസ് ഡിപ്പെൻഡന്റ് ആണ്. Then we are studying about the mechanical properties, or the variation of mechanical properties on nanoscale. And we know these most materials are made up of small crystalline grains. കൂടുതൽ മെറ്റൽസും അല്ലെങ്കിൽ മെറ്റീരിയൽസും മെറ്റൽസും എന്താണ്, ക്രിസ്റ്റലൈൻ ഗ്രെയിൻസ് കൊണ്ടാണ്. എന്താണ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദാറ്റ് മീൻസ് ആറ്റംസ് കൂടി മോളിക്യൂൾസ് ആവുന്നു, പിന്നെ മോളിക്യൂൾസ് ഒക്കെ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഗ്രെയിൻ ഫോമിൽ ഉണ്ടാവുന്നു. ദിസ് ബൗണ്ടറി ഓഫ് ഗ്രെയിൻസ് സ്ലോ ഡൗൺ പ്രൊപ്പഗേഷൻ ഓഫ് ഡിഫക്ട്സ് വെൻ മെറ്റീരിയൽ ഈസ് സ്ട്രെസ്, ദുസ് ഗിവിംഗ് ഇറ്റ് സ്ട്രെങ്ത്. നമ്മൾ മെറ്റീരിയലിന് ഒരു സ്ട്രെസ് കൊടുക്കുന്ന സമയത്ത്, ഇഫ് വി അപ്ലൈ എ ഫോഴ്സ് ഓർ സ്ട്രെസ് ടു മെറ്റീരിയൽ, the propagation of defect is controlled by this grain boundary. ഈ ഡിഫക്റ്റ് പ്രൊപ്പഗേഷൻ, അതായത് മെറ്റീരിയലിൻ്റെ ഉള്ളിലേക്ക് ഈ സ്ട്രെസ്സിന്റെ ഡിഫക്റ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാതെ തടഞ്ഞു നിർത്തുന്നത് ഈ ഗ്രെയിൻ ബൗണ്ടറി ആണ്. ബട്ട് വെൻ വി break down the material into nano particle, the interface area of boundary increases and hence increases its strength. നമ്മൾ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഈ ഗ്രെയിൻ ബൗണ്ടറി ഇൻക്രീസ് ചെയ്യുകയും അത് മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾസ് ഈസ് നാനോ ക്രിസ്റ്റലൈൻ നിക്കൽ ഈസ് as gold as steel. നമുക്കറിയാം നിക്കൽ എന്ന് പറയുന്നത് സ്റ്റീലിന്റെ അത്ര സ്ട്രോങ് അല്ല നമുക്കറിയാം. ബട്ട് നാനോ ക്രിസ്റ്റലൈൻ നിക്കൽ, നാനോ സൈസുള്ള നിക്കൽ എന്താണ്, ഇറ്റ് ഈസ് സ്ട്രോങ്, സ്റ്റീലിന്റെ അത്ര തന്നെ സ്ട്രോങ് ആണ്. ഓക്കെ, സോ because of this variation in size, due to this variation in size or due to nanosynthesis, many of the mechanical properties such as hardness, elastic modulus, നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന സ്ട്രെങ്ത് മാത്രമാണ്, അതല്ലാതെ ഹാർഡ്നെസ്, ഇലാസ്റ്റിക് മോഡുലസ്, ഫ്രാക്ചർ ടഫ്നെസ്, സ്ക്രാച്ച് റെസിസ്റ്റൻസ്, ഫാറ്റിഗ്യൂ സ്ട്രെങ്ത്, it can all these properties can be varied, or the variation can be observed when the size of particle is varying. അതായത് ഈ പാർട്ടിക്കിളിന്റെ സൈസ് വേരി ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഓരോന്നും എന്താണ്, ഈ ഫ്രാക്ചർ ടഫ്നെസ് എന്താണ്, സ്ക്രാച്ച് റെസിസ്റ്റൻസ് എന്താണ്, ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊക്കെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. പിന്നെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. എന്താണ് സ്ക്രാച്ച് റെസിസ്റ്റൻസ്, സ്ക്രാച്ചിന് നമ്മളൊരു മെറ്റീരിയൽ സ്ക്രാച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നു. സോ അതൊക്കെ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. Okay, so we've seen that when the size of the particle is varying, there will be variation in mechanical properties also. Okay, so നമ്മൾ ഇത്രയും സമയം പഠിച്ചത് എന്താണ്, we studied about
what are the variations in the properties of a material when we break down that material into nanoparticle? അതായത് ഒരു ബൾക്ക് മെറ്റീരിയലിനെ നമ്മൾ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്നത്? വി ഡിസ്കസ്ഡ് അബൌട്ട്, നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടി 5-6-7 പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചു. ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, സെക്കൻഡ് വൺ ഈസ് chemical properties, then electrical properties, then optical properties, then we discussed about magnetic properties, so then we discussed about mechanical properties. So ഇത് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിന് എസ് ആയിട്ടായിരിക്കും മിക്കവാറും വരിക, പ്രോപ്പർട്ടി വേരിയേഷൻ ചോദിക്കുക. സോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു 8 മാർക്കിൻ്റെ എസ് എഴുതാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ജസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി, നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതുക. നെക്സ്റ്റ് വൺ ഈസ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി അപ്ലിക്കേഷൻസ് ഓഫ് നാനോ ടെക്നോളജി. എന്തൊക്കെ അപ്ലിക്കേഷൻസ് ആണ് നാനോ ടെക്നോളജിക്കുള്ളത്? സോ നമ്മൾ നാനോ ടെക്നോളജിയുടെ അപ്ലിക്കേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം പോലും പോരാതെ വരും. സോ വി ആർ ഡിസ്കസിങ് അബൌട്ട് വാട്ട് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ലിക്കേഷൻസ് ഓഫ് നാനോ ടെക്നോളജി. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് നാനോ മെഡിസിൻ. That means in medical field, nanotechnology is used for cell imaging, cancer treatment and diagnostic purposes. In the medical field, mainly ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് എഫക്റ്റീവായിട്ട് നാനോ ടെക്നോളജി യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് ടാർഗറ്റഡ് മെഡിസിൻ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് കറക്റ്റ് ട്യൂമർ സെൽസിൽ പോയിട്ട് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്ന നാനോ പാർട്ടിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇൻ മെഡിക്കൽ ഫീൽഡ് നാനോ ടെക്നോളജി ഹാസ് സോ മെനി അപ്ലിക്കേഷൻസ് ആൻഡ് ഇറ്റ് ഹാസ് ഓൾസോ ഡയഗ്നോസ്റ്റിക് പർപ്പസസ്. അതായത് ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഡെവലപ്പ് ചെയ്യുന്നതിലും നാനോ ടെക്നോളജിക്ക് വലിയ പങ്കുണ്ട്. ഇനി എനർജി ഡേയ്സിൽ വാട്ട് ഈസ് ദ അപ്ലിക്കേഷൻ ഇൻ എനർജി ഫീൽഡ്? That means energy consumption can be significantly reduced by using LEDs and solar cells when it is empowered by nanotechnology. നാനോ ടെക്നോളജി യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത LED, സോളാർ സെൽസ് ഇവയൊക്കെ യൂസ് ചെയ്യുന്നതിലൂടെ എനർജി കൺസപ്ഷനിൽ വലിയ ചേഞ്ച് വരും. അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബൾബുകളെക്കാളും നാനോ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ പവർ എഫിഷ്യൻ്റ് ആവും. അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് ക്യാൻ ഡിക്രീസ് എനർജി കൺസപ്ഷൻ. ആൻഡ് ഇൻ കെമിസ്ട്രി ഫീൽഡ് മെയിൻലി കെമിക്കൽ കാറ്റലൈസസ് യൂസിങ് നാനോ പാർട്ടിക്കിൾസ് ഈസ് ബെനിഫിഷ്യൽ. അതായത് ഒരു ബൾക്ക് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിനേക്കാളും എന്താണ്, കെമിക്കൽ നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്ത് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, കെമിസ്ട്രി ഫീൽഡിൽ യൂസ്ഫുൾ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫിൽട്രേഷൻ. നാനോ ഫിൽട്രേഷൻ ഈസ് എഫക്റ്റീവ് ഇൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് എയർ പ്യൂരിഫിക്കേഷൻ. നമ്മൾ സാധാരണ ഫിൽട്ടർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്താണ്, സാധാരണ ഒരു ഫിൽട്ടർ പേപ്പർ എടുത്ത് ഫിൽട്ടർ ചെയ്താലും അതിൻ്റെ ഹോൾസിന് സർട്ടൻ മില്ലിമീറ്റേഴ്സോ മൈക്രോമീറ്റേഴ്സോ ഒക്കെ ഡയമെൻഷൻ ഉണ്ടാവും. ബട്ട് ഇഫ് യൂസ് നാനോ ഫിൽട്രേഷൻ, നമ്മൾ നാനോ ഫിൽട്രേഷനാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിനും കൂടാതെ എയർ പ്യൂരിഫിക്കേഷനൊക്കെ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. And next field of application is in information and communication or information and technology. That means memory storage devices such as nano RAM increases the speed of devices. Nano RAM പോലുള്ള മെമ്മറി സ്റ്റോറേജ് ഡിവൈസസിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അതായത് പെട്ടെന്ന് ഇപ്പോൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്തു, അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്കൊക്കെ പെട്ടെന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് സേവ് ചെയ്യാൻ വേണ്ടി നാനോ റാം പോലുള്ള ടെക്നോളജികൾ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി. In food industry uses nanotechnology in producing consumer friendly products such as cooking oil and nano tea. Cooking oil, nano tea പോലുള്ള പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി എന്താ നാനോ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഫോർ ക്രിയേറ്റിംഗ് കുക്കിംഗ് ടൂൾസ് അല്ലെങ്കിൽ കിച്ചൺ ടൂൾസ്, കൂടാതെ യുട്ടൻസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നാനോ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും. ഇൻ ടെക്സ്റ്റൈൽസ്, നെക്സ്റ്റ് ഫീൽഡ് ഈസ് ടെക്സ്റ്റൈൽസ്. എങ്ങനെയാണ് ടെക്സ്റ്റൈൽസിൽ, വാട്ട് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് nanotechnology in textile field? Engineered nanofibers make clothes stain repellent and wrinkle free. അതായത് നമ്മൾ സാധാരണ നമ്മുടെ ഡ്രസ്സിലൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്, ഒന്നെങ്കിൽ പോളിസ്റ്റർ നൂല് അല്ലെങ്കിൽ കോട്ടൻ്റെ നൂലാണ് അല്ലെങ്കിൽ സ്ട്രിങ് ആണ്. പക്ഷേ നാനോ ഫൈബേഴ്സ് ആണ്, നമ്മൾ നാനോ ഫൈബേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ മേക്ക് ക്ലോത്ത് സ്റ്റെയിൻ റിപ്പല്ലൻ്റ് ആയിരിക്കും. പെട്ടെന്ന് സ്റ്റെയിൻ വന്നു കഴിഞ്ഞാൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ wrinkle free, ഇത് പെട്ടെന്ന് തന്നെ തുണി ചുളുങ്ങുകയൊന്നുമില്ല. സോ nanotechnology has a wide application in the area of textile industry. So we discussed what are the important applications. നാനോടെക്നോളജിയുടെ ഇമ്പോർട്ടൻ്റ് അപ്ലിക്കേഷൻസ് നമ്മൾ പ്ലെയിൻ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്താണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും നോട്ടിലൊക്കെ അത് നന്നായിട്ട് കുറച്ചും കൂടി വിശദമായിട്ട് പറയുന്നുണ്ടാവും. സോ അത് വായിച്ചു നോക്കുക. സോ ഇപ്പോൾ എത്ര സമയം, 9:30. സോ
ഇന്ന് നമ്മൾ പഠിച്ചത് നാനോ ടെക്നോളജിയുടെ ഒന്നാമത്തെ എന്തോ പ്രോപ്പർട്ടി, വാട്ട് ആർ ദി പ്രോപ്പർട്ടി വേരിയേഷൻസ് വെൻ വി ബ്രേക്ക് ഡൗൺ പാർട്ടിക്കിൾസ് ഇൻ ടു നാനോ ടെക്നോളജി, ആൻഡ് സെക്കൻഡ് വൺ വി ഡിസ്കസ്ഡ് അബൌട്ട് ദി അപ്ലിക്കേഷൻസ് ഓഫ് നാനോ ടെക്നോളജി. സോ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അങ്ങനെ ചോദിക്കാം. കാരണം നമ്മൾ അടുത്ത മൂവ് ചെയ്യാൻ പോകുന്ന അടുത്ത മൊഡ്യൂളിലേക്കാണ്. ഭയങ്കര വ്യത്യസ്തമായൊരു, അങ്ങനെയല്ല, ഇതുമായിട്ടൊന്നും ക്വാണ്ടം മെക്കാനിക്സ് നാനോ ടെക്നോളജി ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത മൊഡ്യൂളാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആർക്കും ഡൗട്ട് ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോവാം. ഓക്കെ, സോ മൊഡ്യൂളിൻ്റെ പേരെന്ന് പറയുന്നത് തന്നെ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. മെയിൻലി നമ്മൾ പഠിക്കാൻ പോകുന്ന മാഗ്നറ്റിസത്തെ കുറിച്ചും കൂടാതെ വി ആർ ഗോയിങ് ടു സ്റ്റഡി മാക്സ്വെൽസ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഹോണർ ചെയ്യേണ്ട ഒരു സയൻറ്റിസ്റ്റാണ് മാക്സ്വെൽ. കാരണം മാക്സ്വെൽ ആണ് എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചും, അതായത് ലൈറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, കൂടാതെ ഈ മാഗ്നറ്റിസവും ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ ലിങ്ക്ഡ് ആണെന്നൊക്കെ കാണിച്ചു തന്ന സയൻറ്റിസ്റ്റ് മാക്സ്വെൽ ആണ്. ഓക്കെ, സോ നിങ്ങൾ ബേസിക്സ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും. സോ വാട്ട് ആർ ദി ബേസിക് ഇലക്ട്രോസ്റ്റാറ്റിക് കൺസെപ്റ്റ്സ്? ഇഫ് എ മെറ്റീരിയൽ ഹാവ് ചാർജ്, ഇപ്പം നമ്മൾ ഒരു ചാർജ് ഇഫ് വി ഹാവ് എ ചാർജ് Q1 ആൻഡ് അനദർ ചാർജ് Q2, നിങ്ങളുടെ കയ്യിൽ രണ്ട് ചാർജ് ഉണ്ട് Q1 Q2. അത് പോസിറ്റീവ് പൊളാരിറ്റി എന്തും ആവാം, പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. നിങ്ങൾ ഈ ചാർജിനെ ഒരു R സ്പേസിങ് തമ്മിൽ, ആ ചാർജ് തമ്മിലെ ഡിസ്റ്റൻസ് R ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ദർ വിൽ ബി എ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. ബേസ്ഡ് ഓൺ പൊളാരിറ്റി വി ക്യാൻ സേ അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്, അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ അത് ഇപ്പോൾ നോക്കണ്ട. പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ദർ വിൽ ബി ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ചാർജസ്. ഈ ചാർജുകൾ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് കൂളംസ് ഫോഴ്സ്. ആൻഡ് ദാറ്റ് കൂളം ഫോഴ്സ് ഈസ് ഗിവൺ ആസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, E = 1/4πε0 Q1 Q2 by R². ഓക്കെ, സോ ദർ വിൽ ബി എ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്. നമ്മൾ രണ്ട് ചാർജസ് ഒരു സ്പേസിൽ കൊണ്ടുവച്ചാൽ അത് തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇറ്റ് വിൽ അട്രാക്ട് ഓർ റിപ്പൽ. ഓക്കെ, നമ്മൾ ഇനി രണ്ട് ചാർജ് വെക്കുന്നില്ല. ഇഫ് വി പ്ലേസ് എ സിംഗിൾ ചാർജ് ഇൻ എ സ്പേസ്, നമ്മളൊരു സ്പേസിൽ സിംഗിൾ ചാർജ് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എമിനേറ്റിംഗ് ഫ്രം ദീസ്. നമ്മളെന്താ പഠിച്ചത്, ആ ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാ ഡയറക്ഷനിലേക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് ദാറ്റ് ഇഫ് വി പ്ലേസ് എ സിംഗിൾ പോസിറ്റീവ് ചാർജ് ഇൻ നിയർ ദിസ് ചാർജ്, നമ്മൾ പ്ലേസ് ചെയ്ത ചാർജിന്റെ എടുത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ സിംഗിൾ പോസിറ്റീവ് ചാർജ് വെക്കുകയാണെങ്കിൽ അതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ്, ഇഫ് ഇറ്റ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് ദെൻ വി ക്യാൻ കോൾ വി ആർ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. സോ വാട്ട് ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് മീൻസ്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചാർജിന് ഇലക്ട്രിക് ഫോഴ്സ്, കൂളം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പൊസിഷൻ, ഒരു ഏരിയനെയാണ് നമുക്ക് എന്താ പറയാൻ പറ്റുക, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാൻ പറ്റുക. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ അടുത്ത് പഠിച്ചല്ലോ ഗോസസ് ലോ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്, അതായത് ഗോസസ് ലോ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സോ ആദ്യം നിങ്ങൾ ഈ മൊഡ്യൂളിൻ്റെ ആദ്യത്തെ ഭാഗത്തിലൊക്കെ മൊത്തം നിങ്ങൾ പ്ലസ് ടു പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. സോ അത് ഞാൻ പ്ലെയിൻ ആയിട്ടൊന്ന് പറഞ്ഞു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിച്ചാൽ മതി. ഈ രണ്ടാമത്തെ, ദ സെക്കൻഡ് മെയിൻ പോയിന്റ് ഇൻ ദിസ് ബേസിക് തിങ്, അതായത് ഇലക്ട്രോ മാഗ്നറ്റ്സിന്റെ ബേസിക് തിങ് ആണ്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ ഞാനൊന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതാണ്. സെക്കൻഡ് വൺ ഈസ് മൂവിങ് ചാർജസ് ക്രിയേറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ചാർജ് സ്റ്റില്ലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് ഇഫ് എ ചാർജ് മൂവ്സ് വിത്ത് എ വെലോസിറ്റി v, then a magnetic field will originate. അതെന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒറിജിനേറ്റ് ചെയ്യും. മൂവിങ് ചാർജസ് മാത്രമല്ല, മാഗ്നറ്റ്സും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ വാട്ട് യു മീൻ ബൈ എ മാഗ്നറ്റിക് ഫീൽഡ്? So what do you mean by magnetic field? Magnetic field means area which a charged particle can experience magnetic force. നിങ്ങൾ ലോറൻസ് ഫോഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? F = QE + V × B. അതിൽ ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ്
ഒരു ചാർജിന് മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിൽ നമുക്ക് പറയാൻ പറ്റും ആ ഒരു ഏരിയ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലാണ് ആ ചാർജ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് പറയാൻ പറ്റും. സോ ഏരിയ ഇൻ വിച്ച് ചാർജഡ് പാർട്ടിക്കിൾസ് ക്യാൻ എക്സ്പീരിയൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് ഹൗ വി ക്വാണ്ടിഫൈഡ് ദിസ്, ഹൗ വി ക്വാണ്ടിഫൈ മാഗ്നറ്റിക് ഫീൽഡ്. സോ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു വാല്യൂ പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. What is magnetic flux density? It is defined as the total number of magnetic field lines passing perpendicular to unit area. നമ്മളൊരു യൂണിറ്റ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടി എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട് അതിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇഫ് ഫ്ലക്സ് ഈസ് ദ phi, ഫ്ലക്സ് ഈസ് represented as phi and A is the area we are considering, then the magnetic flux density is given by B equal to phi by A. Or കൺസിഡർ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. ഒരു നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ നമുക്ക് മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ തന്നെയും കൺസിഡർ ചെയ്യുക. കൺസിഡർ ദർ ഈസ് എ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. ദെൻ ദർ വിൽ ബി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റിംഗ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ചെയ്യും. ആൻഡ് ഇഫ് വി പ്ലേസ് ഏരിയ, നമ്മളൊരു ഏരിയ ഉള്ളൊരു പെർപെൻഡിക്കുലർ ഏരിയ കൺസിഡർ ചെയ്യുവാണെങ്കിൽ വാട്ട് യു മീൻ ബൈ ഫ്ലക്സ്? ഫ്ലക്സ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ഈ റെഡ് ലൈൻസ് ഈ ഏരിയയിൽ കൂടി കടന്നു പോകുന്നുണ്ട്, അതാണ് ഫ്ലക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫ്ലക്സും അതുപോലൊക്കെ തന്നെ. അതായത് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നമ്മളൊരു പെർപെൻഡിക്കുലർ ഏരിയ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്, how many electric field lines pass through that area, it is called electric flux. And if we place a perpendicular area in the vicinity of magnetic field lines, then how many magnetic field lines pass through this area, that is magnetic flux. And what is magnetic flux density? എന്താണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഇഫ് ദിസ് ഏരിയ ഈസ് യൂണിറ്റ് ഏരിയ, അതായത് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് യൂണിറ്റ് ഏരിയ ആണ് അല്ലെങ്കിൽ യൂണിറ്റ് ഡയമെൻഷൻ. ഇഫ് ഇറ്റ് ഈസ് ഏരിയ 1 മീറ്റർ സ്ക്വയർ ഉള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 1 മീറ്റർ സ്ക്വയറിൽ ഇത്ര ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഗിവ്സ് ഫ്ലക്സ് ഡെൻസിറ്റി. ഓർ ഫ്ലക്സ് ഡെൻസിറ്റി മീൻസ് ഫ്ലക്സ് ത്രൂ യൂണിറ്റ് ഏരിയ ഓർ ദി നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ. സോ എന്താണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ എന്തിനാണ് ഫ്ലക്സ് ഡെൻസിറ്റി യൂസ് ചെയ്യുന്നത്? നമ്മളിവിടെ ഒരു ചാർജ് പ്ലേസ് ചെയ്തു, അതിനൊരു മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യൂലേ. സോ ഹൗ വി ക്വാണ്ടിഫൈ ദിസ്? സോ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇൻ ദിസ് പൊസിഷൻ ദർ ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഹൗ വി ക്വാണ്ടിഫൈ? നമ്മൾ ഇതിനൊരു വാല്യൂ എങ്ങനെ അസൈൻ ചെയ്യും? യൂസിങ് ദിസ് ടേം മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, നെക്സ്റ്റ് വി ആർ സ്റ്റഡിങ്. അപ്പോൾ എന്താണ് ഫ്ലക്സ് ഡെൻസിറ്റി, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ മനസ്സിലായി. നെക്സ്റ്റ് വി ആർ സ്റ്റഡിങ് അബൌട്ട് ഗോസസ് ലോ ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ്. നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്ലസ് ടുവിൽ മെയിൻലി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സംഭവമാണ് എന്താണ് ഗോസസ് ലോ ഫോർ ഇലക്ട്രിക് ഫ്ലക്സ്. ഹിയർ വി ആർ സ്റ്റഡിങ് അബൌട്ട് ഗോസസ് ലോ ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ്. What it says? It says that magnetic flux enclosed by a closed surface is zero. So ഇതിലെ ടേംസ് നമുക്ക് ഏതൊക്കെയാണ്? മാഗ്നറ്റിക് ഫ്ലക്സ്, and magnetic flux എന്താണ് നമുക്ക് മനസ്സിലായി. വാട്ട് ഈസ് ക്ലോസ്ഡ് സർഫസ്? വാട്ട് യു മീൻ ബൈ ക്ലോസ്ഡ് സർഫസ്? സോ ക്ലോസ്ഡ് സർഫസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചില എക്സാമ്പിൾസ് പറയാം. കൺസിഡർ എ സ്പിയർ. ഒരു സ്പിയർ കൺസിഡർ ചെയ്താൽ വി ക്യാൻ സേ ദാറ്റ് എ സ്പിയർ ഈസ് ക്ലോസ്ഡ് സർഫസ്, എ സിലിണ്ടർ ഈസ് ക്ലോസ്ഡ് സർഫസ്, എ ക്യൂബ് ഈസ് ക്ലോസ്ഡ് സർഫസ്. ഇതൊക്കെ ക്ലോസ്ഡ് സർഫസ് ആണെന്ന് പറയാൻ പറ്റും. അതായത് ക്ലോസ്ഡ് സർഫസ്, അതാണ് അതിന്റെ അർത്ഥം. ഇനി ഓപ്പൺ സർഫസ് ആണെങ്കിൽ എ പ്ലേറ്റ് ഈസ് എ ഓപ്പൺ സർഫസ്, ഹെമിസ്ഫിയർ ഈസ് എൻ ഓപ്പൺ സർഫസ്. സോ എന്താണ് ക്ലോസ്ഡ് സർഫസ് എന്ന് നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് ഗോസസ് ലോ സേസ് ദാറ്റ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് എൻക്ലോസ്ഡ് ബൈ എ ക്ലോസ്ഡ് സർഫസ് ഈസ് സീറോ. അതായത് ക്ലോസ്ഡ് സർഫസ് എൻക്ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് സീറോ. Or mathematically it can represented as surface integral b dot ds equal to 0. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഈ നമ്മൾ എടുക്കുന്ന ക്ലോസ്ഡ് സർഫസ്, ഇപ്പോൾ ഒരു സ്പിയർ ആണെങ്കിൽ അതിലേക്ക് വരും, അത് എൻക്ലോസ് ചെയ്യുന്ന ആ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓർ ഈ പറഞ്ഞ ഡെഫിനേഷൻ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ലിസൺ ടു ദ അതർ ഡെഫിനേഷൻ. ഇറ്റ് സേസ് ദാറ്റ് Gauss law says that the magnetic field lines going into closed surface is exactly balanced by field lines coming out. അതായത് it says that magnetic field lines going into a closed surface is exactly balanced by field lines. That means consider this is a closed surface and
ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ് കൺസിഡർ ചെയ്യുക. ദെൻ ഹൗ മെനി ഫീൽഡ് ലൈൻസ് ആർ കമ്മിങ് ഇൻ ടു ദിസ് സർഫസ്. ഈ ഒരു ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിലേക്ക് എത്ര ഫീൽഡ് ലൈൻസ് ആണ് വരുന്നത്? 3 ഫീൽഡ് ലൈൻസ് ആർ കമ്മിങ് ഇൻ ടു ദിസ് സർഫസ്. ആൻഡ് ലുക്ക് ഹിയർ, 3 ഫീൽഡ് ലൈൻസ് ആർ ഗോയിങ് ഔട്ട് ഓഫ് സർഫസ്. ഇത് തന്നെയാണ് ഗോസസ് ലോ പറഞ്ഞത്. ഒരു ക്ലോസ്ഡ് സർഫസ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന, അതിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ബാലൻസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ അത്ര തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതിന് പുറത്തേക്കും പോകുന്നുണ്ടാവും. ഇനി ഒന്നും കൂടെ വായിച്ചു നോക്കി ഈ ഡെഫിനിഷൻ. ഗോസസ് ലോ സേസ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഗോയിങ് ഇൻ ടു ക്ലോസ്ഡ് സർഫസ് ഈസ് എക്സാക്ട്ലി ബാലൻസ്ഡ് ബൈ ഫീൽഡ് ലൈൻസ് കമ്മിങ് ഔട്ട്. അതായത് ഉള്ളിലേക്ക് കയറുന്ന അത്ര ഫീൽഡ് ലൈൻസ് പുറത്തേക്കും പോകുന്നുണ്ട്. ആൻഡ് ഇറ്റ് മീൻസ് ദാറ്റ് മാഗ്നറ്റിക് മോണോപോൾസ് ഡോണ്ട് എക്സിസ്റ്റ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ ഇതല്ലല്ലോ. വേറെ അതിനൊരു പ്രത്യേക സീറോ അല്ല, അതിനൊരു പ്രത്യേക വാല്യൂ ഉണ്ട്. കാരണം എന്താ? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജിനും ഏത് പൊസിഷനിൽ വേണമെങ്കിലും പോയിട്ടിരിക്കാം, അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് എമിനേറ്റ് ചെയ്യും. ബട്ട് മാഗ്നറ്റിക് മോണോപോൾസ് ഡോണ്ട് എക്സിസ്റ്റ്. ഒരു നോർത്ത് പോളിനോ സൗത്ത് പോളിനോ വേറെ വേറെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഗോസസ് ലോയുടെ പ്രസക്തി ഇവിടെയാണ്. ഓക്കെ, സോ എന്താണ് ഗോസസ് ലോ എന്ന് മനസ്സിലായി. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈസ് ബാലൻസ്ഡ് ഓൺ എ ക്ലോസ്ഡ് സർഫസ്. ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്ത ദ പ്രൊപ്പഗേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈസ് ബാലൻസ്ഡ് ഓർ കൺസർവ്ഡ്. നെക്സ്റ്റ് വൺ ഈസ് ആംബി സർക്യൂട്ടൽ ലോ. ആംബി സർക്യൂട്ടൽ ലോ നിങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടാവും. It says that the line integral of magnetic flux density B for a closed path is equal to mu 0 times the net current enclosed by path. So if there is current ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്കാണ് തിരിച്ചു പോവാണ്. I said that moving charges will create magnetic field. എന്താണ്? Moving charges will create magnetic field. That means what are moving charges? കൺസിഡർ കറണ്ട് പാസിംഗ് ത്രൂ. ഒരു വയറിലെ കറണ്ട് പാസ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. ദാറ്റ് മീൻസ് ഇഫ് കറണ്ട് ഈസ് പാസിംഗ് ത്രൂ എ വയർ, ദാറ്റ് മീൻസ് ചാർജ് ഇലക്ട്രോൺസ് ആർ പാസിംഗ് ത്രൂ ദാറ്റ്, മൂവിംഗ് ത്രൂ ദാറ്റ് വയർ. Electrons are charged particles or electrons are negatively charged particles. So when that charged particles are moving, correspondingly a magnetic field is created. So ഒരു വയറിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പേസിലെ ഒരു കറണ്ട് മൂവ് ചെയ്യുന്നു എന്നർത്ഥം. ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കറസ്പോണ്ടിങ് ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ആവും. കാരണം ചാർജ് ആണ് മൂവ് ചെയ്യുന്നത്. കറണ്ട് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നത്, ചാർജ് ആണ് മൂവ് ചെയ്യുന്നത്. ചാർജ് മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ആവും. സോ ആംബി സർക്യൂട്ടൽ ലോ സേസ് ദാറ്റ് ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി ഫോർ എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു mu 0 ടൈംസ് ദെൻ കറണ്ട് എൻക്ലോസ്ഡ് ബൈ പാത്ത്. എങ്കിൽ ഒരു കറണ്ട് മൂവ് ചെയ്യുന്ന ഒരു കറണ്ട്, ഈ കൺസിഡർ എ കറണ്ട് ഐ, ദെൻ ഇഫ് വി കൺസിഡർ എ ആംബീരിയൻ ലൂപ്പ് അറൌണ്ട് ഇറ്റ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ ഫിഗർ ഉപയോഗിക്കുവാണ്. Consider that this current I is conducting from down to upward, അതായത് upward ഡയറക്ഷനിലേക്ക് കറണ്ട് മൂവ് ചെയ്യുന്നു വിചാരിക്കുക. ദെൻ ഇഫ് വി കൺസിഡർ ആൻ ആംബീരിയൻ ലൂപ്പ് അറ്റ് എ റേഡിയസ് ആർ, നമ്മൾ ഈ വയറിന് ചുറ്റും നമ്മളൊരു ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ എന്താണ്? at the surface there will be ഈ കറണ്ട്, due to the movement of electrons there will be a magnetic field around this wire. മൂവ് ചെയ്യുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയ ഇലക്ട്രോൺസ് ആയതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റും എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യും. സോ ഡിസ്റ്റൻസ് മാറും തോറും എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ മാറും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഫ് വി കൺസിഡർ എ ആംബീരിയൻ ലൂപ്പ് ഓഫ് റേഡിയസ് ആർ, ദെൻ ആംബി സർക്യൂട്ടൽ ലോ സേസ് ദാറ്റ് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി, ഈ ഒരു പൊസിഷനിൽ ഈ ഓൾ അലോങ് ദിസ് സർക്കിൾ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ബി ആയിരിക്കും. സോ ഇറ്റ് സേസ് ദാറ്റ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ദാറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഓൾ അലോങ് ദിസ് ലൂപ്പ് ഈസ് ഈക്വൽ ടു mu 0 ടൈംസ് ദ നെറ്റ് കറണ്ട് എൻക്ലോസ്ഡ് ബൈ പാത്ത്. ഈ മൂവ് ചെയ്യുന്ന കറണ്ട് mu 0 I ആയിരിക്കും. എന്ത്? നമ്മൾ ഈ കറണ്ട് ബി ഇന്റെ ലൈൻ ഇന്റഗ്രൽ, ഈ ആംബീരിയൻ ലൂപ്പിൽ അലോങ് ലൈൻ ഇന്റഗ്രൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ലൈൻ ഇന്റഗ്രൽ എന്ന് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവുന്ന തോന്നുന്നു. ലൈൻ ഇന്റഗ്രൽ മനസ്സിലായില്ലെങ്കിൽ ഈ മൊഡ്യൂളിൽ തന്നെ ലൈൻ ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്യും. വെക്ടർ കാൽക്കുലൻസ് നിങ്ങൾ കുറച്ചും കൂടി വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. സോ അപ്പോൾ മനസ്സിലാക്കിയാൽ. സോ ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു കറണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് ആണ്. സോ when a current is passing through a wire, there will be magnetic field around that movement of current or movement of charge carriers. So if we consider an Amberian loop of radius r, then the line integral of magnetic flux along this loop
is equal to mu 0 I. Mu 0 into that current enclosed by 0. ഈ ഒരു ആംബിയൻ ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ലൂപ്പിനുള്ളിൽ കൂടി പോകുന്ന കറണ്ടിന്റെ സം എത്രയാണ്? ആകെ ഒരു കറണ്ട്, ഓൺലി വൺ കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ദാറ്റ് ലൂപ്പ്, ദാറ്റ് ഈസ് I. അതാണ് ആംബിയൻ സർക്യൂട്ടൽ ലോ. നിങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടാവും, സോ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും എനിക്കറിയാം. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ദ തേർഡ് ലോ. ഇതും നിങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ടുള്ളതാണ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. That means Faraday's law of electromagnetic theory says that magnetic flux linked with a circuit changes and EMF is induced in the circuit. ഒരു സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താണ്, ആ സർക്യൂട്ടിൽ ഒരു EMF അല്ലെങ്കിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. And this induced EMF is equal to rate of change of magnetic flux linked with the circuit and will be opposite to change in flux. അതായത് ഒന്നും കൂടി പറയാം. അതായത് ഒരു സർക്യൂട്ട്, ഒരു കോയിൽ കൺസിഡർ ചെയ്യാം. അതിനായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാണെന്ന് വിചാരിക്കാം. If we change the magnetic flux by any means, mechanical means or any means, if we change the magnetic flux, then there will be a voltage or EMF will be induced in that circuit. ആ സർക്യൂട്ടിൽ എന്ത് ചെയ്യും, ഒരു കറണ്ട്, ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ദിസ് വോൾട്ടേജ് ഓർ ദിസ് ഇൻഡ്യൂസ്ഡ് EMF is equal to rate of change of magnetic flux. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ചേഞ്ച് ആണ് ഈ മാഗ്നറ്റിക് ഫ്ലക്സിൽ വരുന്നതിനെ എന്ന് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ചേഞ്ച് വരുന്നത്. ഓർ ദിസ് ഇൻഡ്യൂസ്ഡ് EMF is equal to rate of change of magnetic flux linked with the circuit and will be opposite to change in flux. Or induced EMF E ആണെങ്കിൽ it is equal to minus d∅/dt. ഈ phi is the flux. phi എന്ന് പറയുന്ന ഫ്ലക്സ് ആണെങ്കിൽ ആ സർക്യൂട്ടിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട EMF എന്ന് പറയുന്നത് എന്താണ്, മൈനസ് d∅/dt. ദാറ്റ് മീൻസ് d∅/dt, ദിസ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. d∅/dt എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ്. ദിസ് മൈനസ് സൈൻ മീൻസ് that induced EMF will be opposite to change. ഈ ഫ്ലക്സിന്റെ ചേഞ്ചിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഇൻഡ്യൂസ്ഡ് EMF എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ മൈനസ് സൈൻ ഇട്ടത്. സോ ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഹൈസ്കൂളിൽ കാണുന്ന ഒരു എക്സ്പെരിമെന്റ് തന്നെ ഞാൻ എടുക്കുകയാണ്. കൺസിഡർ എ മാഗ്നറ്റ് മൂവിങ് ഇൻ ആൻഡ് ഔട്ട് അറൗണ്ട് എ കോയിൽ. അതായത് ഒരു മെറ്റാലിക് കോയിലിന്റെ ഉള്ളിലേക്കും പുറത്തേക്കും നമ്മൾ വരുന്ന ഒരു മാഗ്നറ്റിനെ കൺസിഡർ ചെയ്യുക. സോ വെൻ വി മൂവിങ് ഇൻ ആൻഡ് ഔട്ട് ദിസ് മാഗ്നറ്റ്, നമ്മൾ ഈ കോയിലിന്റെ ഉള്ളിലേക്ക് മാഗ്നറ്റ് കടത്തുകയും തിരിച്ചെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വി വിൽ ഒബ്സർവ് എ കറണ്ട്. വൈ വി ആർ ഒബ്സർവിങ് എ കറണ്ട്? എന്തുകൊണ്ടാണ് ഈ മാഗ്നറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? ബിക്കോസ് വെൻ മാഗ്നറ്റ് ഈസ് മൂവിങ് in and out of this coil, the magnetic flux associated with this coil is changing. ഈ കോയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു ഈ മാഗ്നറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത്. സോ what happens if there is a change in magnetic flux? Then there will be an EMF or there will be a current in the circuit, and thus we can observe a current in the circuit. അതായത് നമ്മൾ മാഗ്നറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുന്നു, ഈ കോയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുന്നു. സോ ചേഞ്ച് വരുന്നു എന്നതിന്റെ അർത്ഥം അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ദെൻ EMF, ഒരു വോൾട്ടേജ് ഈ സർക്യൂട്ടിൽ ഡെവലപ്പ് ചെയ്യണം. അതിൻ്റെ അർത്ഥം ഒരു കറണ്ട് ഫ്ലോ ചെയ്യണം ഈ സർക്യൂട്ടിൽ കൂടെ. അതാണ് കാണുന്നത്, മാഗ്നറ്റ് ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുന്ന സമയത്ത് ഒരു കറണ്ട് ഫ്ലോ കാണുന്നു. ആൻഡ് ഈ മാഗ്നറ്റ് ഹാസ് നോ മൂവ്മെന്റ്, നമ്മൾ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഫ്ലക്സിൽ ചേഞ്ച് വരുന്നില്ല. ടൈം മാറുമ്പോൾ ഫ്ലക്സിൽ ചേഞ്ച് വരുന്നില്ല. സോ ദാറ്റ് മീൻസ് ദർ വിൽ ബി നോ കറണ്ട്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ട് എന്താണ് ഫാരഡേസ് ലോ ഓൺ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഇതിന് മാക്സ്വെൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഇറ്റ് ഷോസ് ദാറ്റ് how we can produce electricity from changing magnetic flux. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാന്നാണ് ഇതിന്റെ അർത്ഥം. ഈവൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിൽ പോലും ഇങ്ങനെയാണ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വെച്ചാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ബിക്കോസ് in that dynamo, in that generators, what happens? They are changing the magnetic flux associated with using the മെക്കാനിക്കൽ പവർ ഓർ പൊട്ടൻഷ്യൽ പവർ ഓഫ് ദി വാട്ടർ. അതായത് ഈ ടർബൈൻ കറക്കുന്ന സമയത്ത് എന്താണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ചേഞ്ച് വരും. അതിൻ്റെ അകത്ത് ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണ് നമുക്കറിയാം എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നടക്കുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം. സോ ദിസ് ഈസ് ദ ബേസിക് ലോ ബിഹൈൻഡ് ഇറ്റ്. ഇതാണ് ആദ്യം ഉണ്ടാക്കിയ ലോ. എന്താണ് പറയുന്നത്, അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ചേഞ്ച് ഉണ്ടായാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു EMF ഉണ്ടാവും. ഓക്കെ,
സോ വി സ്റ്റഡിഡ് അബൌട്ട് ദി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഏകദേശം ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെയും ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ ഒക്കെ ഒരു ബേസിക്സ് പറഞ്ഞു വന്നു. വി സ്റ്റഡിഡ് അബൌട്ട് ദി ബേസിക്സ് ഓഫ് ഒരു മൊഡ്യൂൾ. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്, എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആവുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നു. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് 3 ഇമ്പോർട്ടൻറ്റ് ലോസ്, നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളതും കൂടാതെ ബേസിക് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പഠിക്കുന്ന ഏതൊരു കുട്ടിയും പഠിച്ചിരിക്കുന്ന 3 ഇമ്പോർട്ടൻറ്റ് ലോസ് ആണ് നമ്മൾ പഠിച്ചത്. ദ ഫസ്റ്റ് വൺ ഈസ് ഗോസസ് ലോ ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ കേസിലുള്ള ഗോസസ് ലോ, ഇലക്ട്രിക് ഫ്ലക്സിന്റെ കേസിൽ ഗോസസ് ലോ ഉണ്ട്. സോ ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഗോസസ് ലോ ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ് സേസ് ദാറ്റ് the magnetic field lines going into a closed surface is exactly balanced by field lines coming out. അതായത് ഒരു ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിലേക്ക് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യും, ഉറപ്പായിട്ടും അത്രയും തന്നെ ഫീൽഡ് ലൈൻസ് പുറത്തേക്കും പോകും. നെക്സ്റ്റ് വൺ ഈസ് ambient circuital law. It says about if we have a current carrying conductor, then there will be a magnetic field around that conductor. അതായത് ഒരു കറണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം, ഒരു ലൂപ്പ് ഓഫ് കറണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം അതിന്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്തുകൊണ്ടും ഉണ്ടാകും. ബിക്കോസ് current is the movement of charges or movement of electrons. Then if we consider an ambient loop, then the line integral of magnetic flux density along this ambient loop is equal to mu 0 times the current enclosed by this ambient loop. ഈ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് ഇൻറ്റു mu 0 ടൈംസ് ആയിരിക്കും. It is the line integral of magnetic flux density. ഈ ambient circuital lawയ്ക്കും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് വൺ ഈസ് ഫാരഡേസ് ലോ ഓൺ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. ഇതാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി ഡീപ്പറായിട്ട് പഠിക്കാൻ പോവാണ്. അതായത് നമ്മൾ ഇനി ബേസിക്സ് ലോസ് ഒക്കെ പഠിച്ചു, അതവിടെ വെക്കുക. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ടേംസ് ഓർ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ടേംസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് മാഗ്നറ്റിക് മൊമെൻറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. വാട്ട് ഈസ് മാഗ്നറ്റിക് മൊമെൻറ്റ്? എന്താണ് മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത്? മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് ആൻഡ് ഓറിയന്റേഷൻ ഓഫ് മാഗ്നറ്റ് ഓർ അതർ ഒബ്ജക്ട് ദാറ്റ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്. ആദ്യത്തെ സെന്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് മാഗ്നറ്റിക് സ്ട്രെങ്ത് ആൻഡ് ഓറിയന്റേഷൻ ഓഫ് മാഗ്നറ്റ്. ഒരു മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ it is defined as the magnetic strength or it quantifies the magnetic strength. എത്രത്തോളം മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം അത് മനസ്സിലാക്കി വെച്ചിരിക്കുക, എന്താണ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ. സോ ഈ പറയുന്ന ഈ ടേംസ് ഒക്കെ, ഇനി പറയാൻ പോകുന്ന ടേംസ് ഒക്കെ, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി, ജസ്റ്റ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ ഓർ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ. ഓക്കെ, we know that all the material is made up of molecules, atoms, and these atoms are made up of electrons. നമുക്കറിയാം, നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന എല്ലാ മെറ്റീരിയലും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മോളിക്യൂൾസ്. ആ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ആറ്റംസ്. ആൻഡ് വാട്ട് ഈസ് എ മേജർ പാർട്ട് ഓഫ് ആറ്റംസ്? ഈ ആറ്റംസ് എന്ന് പറയുന്നത് വെൻ വി ആർ കൺസിഡറിങ് ബോർ മോഡൽ, നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ബോർ മോഡൽ ആണെങ്കിൽ എന്താണ്, ആറ്റംസിന് ചുറ്റും, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓൺ ഡെഫിനിറ്റ് ഓർബിറ്റൽസ്, ഓൺ ഡെഫിനിറ്റ് എനർജി ലെവൽസ്. അതായത് ചില എനർജി ലെവൽസിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ദാറ്റ് മീൻസ്, ആ ഒരു പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ദാറ്റ് മീൻസ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ദേ ആർ കോൺസ്റ്റന്റ്ലി മൂവിങ് ഇൻസൈഡ് ആൻ ആറ്റം. അതായത് ഇപ്പോൾ നമ്മൾ ഹൈഡ്രജൻ കൺസിഡർ ചെയ്താൽ ഒരു ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. ഇനി ഹീലിയം ആണെങ്കിൽ സോ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇലക്ട്രോണിൻ്റെ നമ്പർ കൂടും. സോ നമ്മളൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയലിന്റെ കേസിൽ അതിന്റെ ആറ്റംസിന്റെ ഉള്ളിൽ there is a movement of electrons, there will be movement of electrons constantly orbital motion ചെയ്യുന്നുണ്ട്. and there is not only orbital motion മാത്രമല്ല, there will be spin motion. കൂടാതെ ഈ ഓർബിറ്റ് കറസ്പോണ്ടിങ് എനർജി ലെവൽസിൽ കൂടി ഓർബിറ്റ് ചെയ്യുന്ന കൂടാതെ there will be അതിന് സ്വയമായിട്ട് സ്പിൻ മോഷൻ കൂടിയുണ്ട്. സോ there will be two types of motion for an electron inside an atom. ഒരു ആറ്റത്തെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണ് രണ്ട് തരത്തിലുള്ള മോഷൻസ് ഉണ്ട്, രണ്ട് തരത്തിലുള്ള മൂവ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഓർബിറ്റൽ മൂവ്മെന്റ് and second one is spin movement. So what happens if a charged particle moves? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം എന്താണ്? It will create a magnetic field.
നമുക്കറിയേണ്ടതാണ്, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും മൂവ് ചെയ്യുമ്പോൾ എന്താണ്, അത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റെപ്രസെൻറ്റ് ബൈ ദിസ് ടേം മാഗ്നറ്റിക് മൊമെൻറ്റ്. ആ ഒരു സ്ട്രെങ്ത്തിനെ നമ്മൾ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇലക്ട്രോൺ ഓർബിറ്റലിലും ചുറ്റും മൂവ് ചെയ്യുന്നു എന്നതിനെ നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റിയത്, നമ്മളൊരു കോപ്പർ വയർ എടുത്തു, അതിനൊരു സർക്കുലർ ലൂപ്പായിട്ട് നമ്മൾ കണക്ട് ചെയ്തു, അതായത് ഒരു സർക്കുലർ ലൂപ്പായിട്ട് കണക്ട് ചെയ്തു. സോ ഇഫ് കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ദാറ്റ് സർക്യൂട്ട്, ദാറ്റ് മീൻസ് ഇലക്ട്രോൺസ് ആർ പാസിംഗ് ത്രൂ ദാറ്റ് സർക്കുലർ ലൂപ്പ്. അതായത് നമ്മളൊരു സർക്കുലർ ലൂപ്പ് എടുത്തു, അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ അർത്ഥം എന്താണ്, അതിലൂടെ ഇലക്ട്രോൺ പാസ് ചെയ്യുന്നു. സോ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം എന്താണ്, ദർ ഈസ് എ കറണ്ട് ലൂപ്പ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. സോ ഇഫ് ദർ ഈസ് എ കറണ്ട് ലൂപ്പ് or if there is a moving charges, then there will be corresponding magnetic field or there will be corresponding magnetic properties of that material. സോ അതിൻ്റെ അർത്ഥം, നമ്മളൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ എനർജി ലെവലിലുള്ള ഓരോ ഇലക്ട്രോണിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള there will be corresponding magnetic moment. ആൻഡ് ദിസ് മാഗ്നറ്റിക് മൊമെന്റ് ഈസ് എ വെക്ടർ. ഈ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്ന വെക്ടർ ആണ്, അതായത് സ്പെസിഫിക് ഡയറക്ഷൻസ് ഉണ്ടാവും. സോ നമ്മളൊരു മെറ്റീരിയൽ എടുത്തു, അതിപ്പോൾ ഒരുപാട് ഇലക്ട്രോൺസ് ഉള്ള മെറ്റീരിയൽ ആണ് എടുക്കുന്നതെങ്കിൽ ദ മാഗ്നറ്റിക് മൊമെന്റ്സ് ആർ അലൈൻഡ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ. ഈ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്ന പല ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ്, വെക്ടർ എന്ന് പറയുന്ന പല ഡയറക്ഷനിലാകുമ്പോൾ വി വാണ്ട് ടു ടേക്ക് ദ വെക്ടർ സം. സോ നമ്മൾ ഇതിൻ്റെയൊക്കെ വെക്ടർ സം എടുത്ത് ഫൈനലായിട്ട് നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, സോ ഇഫ് വി അപ്ലൈ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ദെൻ ഓൾ ദീസ് മാഗ്നറ്റിക് മൊമെന്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺസ് ടെൻസ് ടു അലൈൻ ദിസ് വിത്ത് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ശ്രമിക്കും, ഈ ഓരോ ഇലക്ട്രോണിനും അസൈൻ ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് മൊമെന്റ്, നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ എന്ന് പറയുന്ന പല പൊസിഷനിലാണ്, പല ഓർബിറ്റൽസ് ആണ്. സോ അതിന് വ്യത്യസ്ത ഡയറക്ഷൻ ഉണ്ടാവും, അത് വ്യത്യസ്ത മാഗ്നറ്റിക്, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് മൊമെന്റിന് പല ഡയറക്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ റിസൾട്ട് ഒരു നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എടുക്കുമ്പോൾ പല മെറ്റീരിയൽസിനും മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കണമെന്നില്ല. ബട്ട് ഇഫ് യു അപ്ലൈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ all these magnetic moments tends to ally or it show a tendency to align in this direction. നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാഗ്നറ്റിക് മൊമെന്റ്സും ഒരു ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യാൻ ടെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അലൈൻ ചെയ്തിരിക്കും. വൈ? അതിന് ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഒരു നമ്മുടെ കയ്യിലൊരു ബാർ മാഗ്നറ്റ് ഉണ്ട്, നമ്മളത് ഒരു നൂലിൽ കെട്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എർത്ത് അതിന് കറസ്പോണ്ട് നോർത്ത് ടു സൗത്ത് അത് അലൈൻ ചെയ്തിരിക്കും. ബിക്കോസ് ഓൾ ദി മാഗ്നറ്റ്സ്, നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രോൺസിനെ മാഗ്നറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതെ, ബാർ മാഗ്നറ്റും ഇലക്ട്രോൺ മൂവ്മെന്റ് ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇലക്ട്രോൺസ് ഓർ ദിസ് ആറ്റംസ് ബിഹേവ് എസ് ടൈനി മാഗ്നറ്റ്. സോ നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് മീൻസ് all these tiny magnets, all these electrons will align, or all these magnetic moments will align in the external field. So നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തു, അപ്പോൾ എന്ത് ചെയ്യും, ഈ മാഗ്നറ്റിക് മൊമെന്റ്സ് ഒക്കെ ഒരു ഡയറക്ഷനിൽ അലൈൻ ചെയ്തിരിക്കും, അല്ലെങ്കിൽ ശ്രമിക്കും. ഒരു ഡയറക്ഷനിൽ മാഗ്നറ്റിക് മൊമെന്റ്സ് അലൈൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ വെക്ടർ സം? എന്താ, നമ്മൾ അതിന്റെ വെക്ടർ സം എടുക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ ഇലക്ട്രോണിന്റെ കേസിലും അല്ലെങ്കിൽ ഓരോ ആറ്റത്തിന്റെ കേസിലും നമ്മൾ വെക്ടർ സം എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരേ ഡയറക്ഷനിലാണ്. സോ ഇറ്റ് വിൽ ബി ഷോ എ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ്. സോ എല്ലാം ഒരു ഡയറക്ഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷോ എ നെറ്റ് സിഗ്നിഫിക്കൻറ്റ് നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ്. നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് മൊമെന്റ് കാണാൻ പറ്റും. ഓക്കെ, സോ പറഞ്ഞത് കോംപ്ലക്സ് ആയോ എന്നൊരു സംശയമുണ്ട്. സോ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇത്രമാത്രം മനസ്സിലാക്കിയിരിക്കുക. ഇഫ് ദർ ഈസ് ചാർജ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കും ആ ഒരു ചാർജ്. വി നോ ഓൾ ദി മെറ്റീരിയൽസ്, നമുക്കറിയാം എല്ലാ മെറ്റീരിയൽസും ആറ്റംസ് കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആറ്റംസിൻ്റെ ഉള്ളിൽ എന്താ, ഇലക്ട്രോൺ ആണുള്ളത്. ഇലക്ട്രോൺ അതിന് കറസ്പോണ്ടിങ് ഓർബിറ്റൽസിൽ മൂവ് ചെയ്യുന്നുണ്ട്. There will be two types of motion, orbital and spin motion. So due to this motion, ഈ മോഷൻ കാരണം എന്താണ്, there will be corresponding magnetic field, or we can call ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കറസ്പോണ്ടിങ് there will be magnetic moment for each electron. ഓരോ ഇലക്ട്രോണിന്റെ കേസിലും ഓരോ ആറ്റത്തിന്റെ കേസിലും എന്താണ്, കറസ്പോണ്ടിങ് ആയിട്ട് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. ഇൻ നോർമൽ കേസ്, ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ഇല്ലാത്ത സമയത്ത് ഈ മാഗ്നറ്റിക് മൊമെന്റ് ഒരു വെക്ടറാണ്, അതും പല ഡയറക്ഷനിലേക്കായിരിക്കും. ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ആറ്റം ഓർ ഇലക്ട്രോണിന്റെ പൊസിഷൻ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പല ഡയറക്ഷനിലേക്കായിരിക്കും ഈ മാഗ്നറ്റിക് മൊമെന്റ് അലൈൻ ചെയ്തിരിക്കുന്നത്.
But if you apply an external field, then all these magnetic moments, ഈ എല്ലാ മാഗ്നറ്റിക് മൊമെന്റ്സ് ഒരു ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്തിരിക്കാൻ ശ്രമിക്കും. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാം ഒരു ഡയറക്ഷനിലേക്ക് വരുമ്പം ദർ വിൽ ബി സിഗ്നിഫിക്കൻറ്റ്, എല്ലാം ആഡപ്പ് ചെയ്യാൻ പറ്റും. സോ ദർ വിൽ ബി സിഗ്നിഫിക്കൻറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഇൻ ദിസ് മെറ്റീരിയൽ. സോ എക്സ്റ്റേണൽ അപ്ലൈ ചെയ്യുന്ന ഈ ഫീൽഡ് കൂടാതെ തന്നെ ഈ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡൊക്കെ മാഗ്നറ്റിക് മൊമെന്റ്സ് ഒക്കെ ആഡപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് മാഗ്നറ്റൈസേഷൻ. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷൻ. അതായത് നോർമൽ ആകുമ്പം പ്രത്യേകിച്ച് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒന്നുമില്ല, കാരണം മാഗ്നറ്റിക് മൊമെന്റ് ഒക്കെ ക്യാൻസൽ ഔട്ട് ചെയ്തു പോകുന്നു. ബട്ട് വെൻ വി അപ്ലൈങ് ആൻ എക്സ്റ്റേണൽ ഫീൽഡ്, ദർ വിൽ ബി ആൻ സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ ഇൻ ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? മാഗ്നറ്റിക് മൊമെന്റ്സ് ഒക്കെ ഒരേ ഡയറക്ഷനിൽ വന്നു, അതൊക്കെ ആഡപ്പ് ചെയ്യാൻ പറ്റും. സോ അതിനുള്ളിൽ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ആയി. സോ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഈ മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്തു, മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിന് കൊണ്ടുവന്നു. എങ്ങനെ? എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിലൂടെ. ദാറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റൈസേഷൻ. സോ ഓക്കെ, സോ ഇനിയും പറഞ്ഞു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു ഇൻ്റർവൽ എടുക്കാൻ തോന്നുന്നു. സോ ഇപ്പോൾ 10:05 നിങ്ങളൊന്ന് അറ്റൻഡൻസ് പറയൂ. നമ്പർ 1 ഇല്ല. Present. Number 2, Anashwar present, sir. Number 3 present. Number 4 present. 5 present. Number 6 present. 7 present. 8 present. 9 present. 10 absent. 11 present. 12 present. 13 present. 15. 16. ഓക്കെ, സോ 10:05 10:35 ആകുമ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അടുത്ത സെഷനിൽ അറ്റൻഡൻസ് എടുക്കും. അങ്ങനെയാണ് അറ്റൻഡൻസ് ഇടുന്നത്. ഓക്കെ, ബൈ. 10:35 മറക്കണ്ട.